പുരുഷന്മാർ സ്ത്രീകളായി വേഷം മാറുന്നതോ സ്ത്രീകൾ പുരുഷന്മാരായി വേഷം മാറുന്നതോ ആയ നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അത്തരം പല സംഭവങ്ങളിലും അവരുടെ രൂപമാറ്റത്തിന് പിന്നിലെ കാരണം സാധാരണയായി മറ്റുള്ളവരെ വഞ്ചിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നതാണ്. എന്നാൽ ഇന്നത്തെ കഥ അങ്ങനെ ഒന്നല്ല. ഇന്നത്തെ കഥ ഒരമ്മയുടെ നിബന്ധനകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ചാണ്. ഒരമ്മ എന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുമാണ്. ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ല എന്നൊക്കെ തോന്നാം. കാരണം നമ്മൾ ഈ ലോകത്തിലേക്ക് കടക്കുന്ന നിമിഷം മുതൽ തന്നെ അമ്മയുടെ വില നമ്മൾ അറിയുന്നവരാണ്. സ്വന്തം ഗർഭത്തിൽ നമ്മെ ധരിച്ച് എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് നമ്മെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നവളാണ് അമ്മ. സ്വയം വിശപ്പോടെ കഴിയുമ്പോഴും തൻ്റെ ആഹാരവിഹിതം പോലും മക്കൾക്ക് നൽകുന്നവളാണ് അമ്മ. ഒരമ്മയുടെ സ്നേഹത്തിനും കരുതലിനും വിലയിടാൻ സാധിക്കില്ല. എന്നാൽ വളർന്ന് വലുതായ ശേഷം തങ്ങളെ വളർത്തിയ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുടെ കഥകൾ കേൾക്കുമ്പോൾ ഹൃദയം വേദനിക്കും. വൃദ്ധരായപ്പോൾ നോക്കാൻ ആരുമില്ലാതെ വൃദ്ധസദനങ്ങളിലേക്കോ മറ്റേതെങ്കിലും അഭയകേന്ദ്രങ്ങളിലേക്കോ തള്ളപ്പെടുന്നു. ഇത് ചെയ്യുന്നവർ ഒരു കാര്യം ചിന്തിക്കണം. നാളെ അവർ വൃദ്ധരാകുമ്പോൾ അവരുടെ സ്വന്തം മക്കൾ അവരോട് ഇതേ രീതിയിൽ പെരുമാറിയാൽ എന്ത് ചെയ്യും? കാരണം ഈ ലോകത്തെല്ലാം ഒരിക്കൽ തിരിച്ചെത്തും. ഇത്തരത്തിലുള്ള നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആളുകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ലോകം എല്ലാത്തരം ആളുകളാലും നിറഞ്ഞതാണ്. അമ്മമാരുടെയും അവരുടെ ത്യാഗങ്ങളുടെയും കഥകൾ ലോകമെമ്പാടും കാണാം. എന്നാൽ ഈ കഥ അതിനുള്ളിലെ ഒരു ഉദാഹരണമാണ്. തമിഴ്നാട്ടിലെ കത്രുനായൻപെട്ടി എന്നൊരു ചെറിയ ഗ്രാമം, അവിടെയാണ് ഈ കഥയിലെ നായിക താമസിക്കുന്നത്. 1986 അന്നവർ ഏകദേശം 20 വയസ്സുള്ള ഒരു യുവതിയായിരുന്നു. അവളുടെ പേര് പച്ചിയമ്മാൾ. അവൾ ആ ഗ്രാമത്തിൽ തന്നെയാണ് ജനിച്ചതും വളർന്നതും. മാതാപിതാക്കളെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ചുകൊണ്ട് കുടുംബത്തിന്റെ വരുമാനത്തിനായി കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവൾക്ക് 20 വയസ്സ് തികഞ്ഞപ്പോൾ കുടുംബം ശിവ എന്ന യുവാവുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചു. 2 കുടുംബങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷം ആദ്യത്തെ ഒരു 15-20 ദിവസങ്ങൾ സാധാരണയായി പോയി. എന്നാൽ ഏകദേശം 20-ാം ദിവസം ശിവ അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. വിവാഹം കഴിഞ്ഞ് വെറും 20 ദിവസത്തിനുള്ളിൽ തന്നെ പച്ചിയമ്മാൾ വിധവയായി. ചിന്തിച്ചു നോക്കുക, വിവാഹം കഴിഞ്ഞ് 15-20 ദിവസത്തിനുള്ളിൽ ഒരാളുടെ മുഴുവൻ ജീവിതവും തകർന്നു പോകുന്നത് എത്ര വലിയ വേദനയായിരിക്കും. അതാണ് പച്ചിയമ്മാളുടെ ജീവിതത്തിലും സംഭവിച്ചത്. എന്നാൽ ഭർത്താവിന്റെ മരണത്തിന് 1 മാസം കഴിഞ്ഞപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് കണ്ടെത്തി. വിവാഹം നടന്നു. 20 ദിവസം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചു. അതിനുശേഷം അവൾ ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്നും അറിഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ അവൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവളുടെ കുടുംബം അവൾക്ക് വീണ്ടും വിവാഹം നടത്തി കൊടുക്കാൻ ചിന്തിച്ചു. പക്ഷെ അവളിപ്പോൾ ഗർഭിണിയാണല്ലോ. ഇത്തരം സാഹചര്യത്തിൽ ആരെങ്കിലും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാകുമോ എന്നൊരു സംശയവും കുടുംബത്തിനുണ്ടായി. പ്രസവം കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇനി അടുത്ത വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് കുടുംബം പറഞ്ഞു. അങ്ങനെ 9 മാസം കടന്നു. 9 മാസങ്ങൾക്ക് ശേഷം പച്ചിയമ്മാൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവൾ തന്റെ മകൾക്ക് സുന്ദരി എന്ന് പേരിട്ടു. കാലം കടന്നുപോയപ്പോൾ കുടുംബം വീണ്ടും അവൾക്ക് സമ്മർദ്ദം ചെലുത്തി അടുത്ത വിവാഹം കഴിക്കാൻ. അത് ഭാഗികമായി ഒരു യാഥാർത്ഥ്യം കൊണ്ടുമായിരുന്നു. കാരണം അപ്പോൾ അവൾക്ക് വെറും 21 വയസ്സ് മാത്രം. ഇനിയാണ് ജീവിതം മുന്നിലുള്ളത്. ഇങ്ങനെ എന്നും നിനക്ക് കഴിയാനും സാധിക്കില്ല. ഞങ്ങളൊക്കെ ഇന്ന് നിന്നെ സഹായിക്കാൻ കഴിയും, പക്ഷെ നാളെ ഞങ്ങൾ ഉണ്ടാകുമെന്നില്ല. ഒരു ദിവസം ഞങ്ങൾ വൃദ്ധരാകും. അപ്പോൾ നിന്നെയും നിന്റെ മകളെയും നോക്കാൻ ആരെങ്കിലും വേണ്ടേ? വീണ്ടും വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നിന്നെയും നിന്റെ കുഞ്ഞിനെയും നോക്കാൻ ഒരാളെങ്കിലും ഉണ്ടാകുമല്ലോ. കുടുംബത്തിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ പച്ചിയമ്മാൾ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ മകളെ ഒറ്റയ്ക്ക് തന്നെ വളർത്തിക്കൊള്ളാം. അവൾക്ക് അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം ഞാൻ തന്നെ നൽകും. എൻ്റെ ഭർത്താവ് ഇനിയില്ല. പക്ഷെ ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കില്ല. ആർക്കറിയാം അടുത്തെനിക്ക് വരാൻ പോകുന്ന പുരുഷൻ എങ്ങനെ ആയിരിക്കുമെന്ന്, അവൻ എൻ്റെ മകളോട് എങ്ങനെ പെരുമാറുമെന്ന്, അവളെ സ്വന്തം കുഞ്ഞെ അംഗീകരിക്കുമോ എന്ന്. ഇങ്ങനെ മാതാപിതാക്കളുടെ എല്ലാ ശ്രമങ്ങളും സമ്മർദ്ദങ്ങളും അവഗണിച്ച് പച്ചിയമ്മാൾ വീണ്ടും വിവാഹം കഴിക്കാൻ നിരസിച്ചു. അതിനുശേഷം അവൾ തന്റെ മകളെ ഒറ്റയ്ക്ക് തന്നെ വളർത്താൻ തീരുമാനിച്ചു. ചെറിയ ചെറിയ ജോലികളും ദിവസേന കിട്ടുന്ന കൂലിപ്പണികളൊക്കെ ചെയ്തവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ വളരെ വേഗം തന്നെ അവൾ ഒരു കഠിനമായ സത്യം തിരിച്ചറിഞ്ഞു. ഈ ലോകം പുരുഷാധിപത്യമാണ്. പുരുഷന്മാർക്ക് കൂടുതൽ അധികാരവും നിയന്ത്രണവും ഉണ്ട്. നമ്മൾ എത്രയൊക്കെ സമത്വത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചാലും യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് വലിയ നഗരങ്ങൾ വിട്ട് ചെറിയ പട്ടണങ്ങളിലേക്കോ ഗ്രാമങ്ങളിലേക്കുമൊക്കെ പോയാൽ ഈ യാഥാർത്ഥ്യം ഇന്നും ശക്തമായി കാണാൻ സാധിക്കും. ഈ പ്രഭാഷണങ്ങളിലും രാഷ്ട്രീയ പ്രസ്താവനകളിലും ആളുകൾ പറയാറുണ്ട് ഇവിടെ വിവേചനം ഇല്ല എന്ന്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അത് സത്യമല്ല. ഈ അസമത്വം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പച്ചിയമ്മാൾക്ക് ഒരു കാര്യം മനസ്സിലായി. അവളുടെ ജീവിതം ഇനി അങ്ങോട്ട് അത്ര എളുപ്പമല്ല എന്ന്. മകളെ വളർത്താൻ അവൾക്ക് പണം ആവശ്യമായിരുന്നു. എന്നാൽ ഈ ലോകം, ഈ പുരുഷാധിപത്യ സമൂഹം
തൻ്റെ ഓരോ ചുവടിലും തടസ്സമായി വരുന്നുണ്ട്. എന്നിട്ടും അവൾ മുന്നോട്ട് തന്നെ നീങ്ങി. പലപ്പോഴും അവൾ നേരിടേണ്ടി വന്നത് വിശപ്പോടെ ക്രൂരമായി അവളെ നോക്കുന്ന പുരുഷന്മാരുടെ കണ്ണുകളായിരുന്നു. അവളെ തടയാനും ശല്യം ചെയ്യാനും വ്യത്യസ്ത രീതിയിൽ ചൂഷണം ചെയ്യാനും അവർ ശ്രമിച്ചു. അവൾ ഒരു വിധവയാണെങ്കിലും ചെറിയൊരു മകളുമായി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. പോരാത്തതിന് ചെറിയൊരു പെൺകുട്ടിയാണ്. ഇതെല്ലാം ആ പരിസരത്തുള്ള പുരുഷന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവളുടെ ദൗർബല്യം എങ്ങനെയും മുതലെടുക്കാൻ ശ്രമിച്ചു. അവളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചവർക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അതേസമയം ജീവിക്കാൻ പച്ചിയമ്മാൾക്ക് പണം അനിവാര്യമായിരുന്നു. ഇതെല്ലാം കുറെ കാലം സഹിച്ചതിന് ശേഷം ഇങ്ങനെ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അവൾക്ക് തോന്നി. ഈ വിശപ്പുള്ള കണ്ണുകൾ അവളെ എങ്ങനെ നോക്കുന്നു, ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾ എങ്ങനെ വിവേചനം നേരിടുന്നു, ആളുകൾ അവളെ എങ്ങനെ ശല്യം ചെയ്യുന്നു, ഇതെല്ലാം അവളെ ഉള്ളിൽ നിന്നും തളർത്തുകയായിരുന്നു. അവൾ അതീവ മാനസിക സമ്മർദ്ദത്തിലായി. അടുത്തതായി എന്ത് ചെയ്യണമെന്ന ചെറിയ പെൺകുട്ടിക്ക് അറിയില്ല. അപ്പോഴാണ് അവൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അവിടെ അവൾ തൻ്റെ മുടി ദാനമായി സമർപ്പിച്ചു. ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ഒരു ചിഹ്നമായി. ക്ഷേത്രത്തിൽ മുടി സമർപ്പിച്ച ശേഷം അത് അവളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമായി തന്നെ തോന്നി. പുതിയ പ്രതീക്ഷയോടെയും ശക്തിയോടെയും ഈ ലോകത്തിൽ വീണ്ടും ജനിച്ചതുപോലെ. അവൾ പിന്നീട് സ്ത്രീകളുടെ വസ്ത്രം പൂർണ്ണമായി ഉപേക്ഷിച്ചു. പുരുഷന്മാരെ പോലെ വേഷം ധരിക്കാൻ തുടങ്ങി. അതേ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഒരു പുതിയ പേരോടുകൂടി അവൾ പുറത്തേക്ക് നടന്നു വന്നു, മുത്തു. അതോടുകൂടി അവൾ ആ ഗ്രാമം വിട്ടിരുന്നു. മകളോടൊപ്പം ദൂരെ ഒരിടത്ത് താമസമാക്കി. തങ്ങളെ അറിയാത്തൊരിടത്ത് ഒരു പുതിയ ജീവിതം അവിടെ ആരംഭിച്ചു. ആ പുതിയ ഐഡന്റിറ്റിയിൽ അവൾ പലയിടങ്ങളിലും ജോലി ചെയ്തു. സൂപ്പർ മാർക്കറ്റ്, ചിലപ്പോൾ ഹോട്ടലുകളിൽ, ചിലപ്പോൾ പെയിന്റിംഗ് ജോലികൾ, ചിലപ്പോൾ നിർമ്മാണ സ്ഥലങ്ങളിൽ. എങ്കിലും അവൾ ഒരേ ഒരു കാര്യത്തിൽ ഏറെ സന്തോഷവതിയായിരുന്നു. ഒരു കാലത്ത് അവളെ മോശമായി നോക്കിയവരും അപമാനിച്ചവരും അവളെ ആക്രമിക്കാൻ ശ്രമിച്ചവരും ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ നിന്നും വളരെ ദൂരെയാണ്. ഇപ്പോൾ അവളോട് ആളുകൾ വളരെ ബഹുമാനത്തോടു കൂടി പെരുമാറാൻ തുടങ്ങി. അത് അവൾക്ക് ഏറെ ഇഷ്ടമായി. അവളുടെ രൂപം മാറിയെന്ന ആ സത്യം അവൾക്കും അവളുടെ മകൾക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. കുറച്ചു കാലത്തിനു ശേഷം അവൾ വീണ്ടും തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഇപ്പോൾ മുത്തു എന്നറിയപ്പെടുന്ന ഈ ഒരു വ്യക്തി ഒരു സ്ത്രീയാണെന്നും പുരുഷനല്ല എന്നും അവളുടെ കുടുംബത്തിനും ചില അടുത്ത ബന്ധുക്കൾക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. തിരിച്ചെത്തിയ ശേഷം അവൾ സ്വന്തമായി ജോലി തുടങ്ങി. നിർമ്മാണ ജോലികൾ, ഹോട്ടലുകളിലും ചായക്കടകളിലും, ചില പെയിന്റിംഗ് ജോലികൾ. ചില സ്ഥലങ്ങളിൽ അവളെ പെയിന്റർ മാസ്റ്റർ എന്നും വിളിച്ചിരുന്നു. ഇതെല്ലാം ചെയ്യുന്നതിനിടയിൽ അവൾക്ക് ചുറ്റുമുള്ള പുരുഷന്മാരിൽ നിന്നും അവൾക്ക് ബഹുമാനം ലഭിച്ചു. എങ്കിലും ഈ ഒരു തിരിച്ചറിയൽ നിലനിർത്താൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പക്ഷെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് തന്നെ നീങ്ങി. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറിട്ട സീറ്റുകൾ ഉണ്ടായിരുന്നു. അവളുടെ വേഷ്യവും രൂപവും കാരണം അവൾ എപ്പോഴും പുരുഷന്മാരുടെ ഭാഗത്താണ് ഇരുന്നത്, ആർക്കും സംശയം തോന്നാതിരിക്കാൻ. ഇതിനവൾ നിരവധി ത്യാഗങ്ങൾ ചെയ്തു. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമായിരുന്നു. അവൾക്ക് സ്ത്രീകളുടെ ഭാഗത്തിരുന്ന് ഈ ഒരു സൗകര്യമെല്ലാം ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ അവൾ പൂർണ്ണമായും ഒരു പുരുഷന്റെ രൂപം സ്വീകരിച്ചതിനാൽ മറ്റുള്ളവരെ പോലെ തന്നെ ടിക്കറ്റ് എടുത്ത് സത്യസന്ധമായി കൂലി അടച്ച് പുരുഷന്മാരുടെ ഭാഗത്ത് തന്നെ ഇരുന്നു. അങ്ങനെ അവൾ തൻ്റെ എല്ലാ തിരിച്ചറിയൽ രേഖകളും മുത്തു എന്ന പേരിൽ തന്നെയാണ് തയ്യാറാക്കിയത്. ഒരു പുരുഷന്റെ തിരിച്ചറിയൽ, ഓരോ രേഖയും ഓരോ വിവരവും അവളുടെ ആ പുരുഷ രൂപത്തെ പ്രതിഫലിപ്പിച്ചു. ഇതെല്ലാം സ്ത്രീകൾ സാധാരണ നേരിടുന്ന വിവേചനങ്ങളിൽ നിന്നും അവളെ രക്ഷിച്ചു. ഈ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് അവൾ തൻ്റെ മകളെ വളർത്തി, നല്ല വിദ്യാഭ്യാസം നൽകി, ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും മകൾക്ക് വഴികാട്ടിയായി. ഇങ്ങനെ കാലം പതിയെ പതിയെ കടന്നുപോയി. 36 വർഷങ്ങൾ കടന്നുപോയി. 2022 അവൾ തൻ്റെ മകളായ സുന്ദരിയെ നല്ല മൂല്യങ്ങളോടെയും നല്ല വളർച്ചയോടെയും വിജയകരമായി വളർത്തി. മകളെ നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചയച്ചു. ആ സമയം തൻ്റെ ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയായതായി പച്ചിയമ്മാൾക്ക് തോന്നി. മകളുടെ സന്തോഷം കണ്ടപ്പോൾ മകളെ വളർത്താനായി താൻ എടുത്ത ഈ ഒരു വലിയ തീരുമാനം ശരിയായിരുന്നുവെന്ന് അവൾ വിശ്വസിച്ചു. 36 വർഷങ്ങളോളം ഒരമ്മ ഒരച്ഛനായി ജീവിച്ചു, മകളെ വളർത്താൻ വേണ്ടി മാത്രം. മകളുടെ മുന്നിൽ അവൾ ഒരു അമ്മ തന്നെയായിരുന്നു. പക്ഷേ ആ രൂപത്തിലൂടെ ഒരച്ഛൻ നൽകേണ്ട സ്നേഹം അവൾ പൂർണ്ണമായി നൽകിയിരുന്നു. മകളുടെ വിവാഹം കഴിഞ്ഞതോടെ പച്ചിയമ്മാൾക്ക് തൻ്റെ ഈ ഉത്തരവാദിത്വം എല്ലാം പൂർത്തിയായതായി തോന്നി. അതിനുശേഷം 36 വർഷങ്ങൾക്ക് ശേഷം അവൾ അപ്രതീക്ഷിതമായി തൻ്റെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തി. 10-15 വർഷങ്ങളായി മുത്തു എന്ന പേരിൽ അവളെ അറിയാവുന്ന ആളുകൾ ഇത് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവൾ പൂർണ്ണമായും ഒരു പുരുഷനെ പോലെ തന്നെയാണ് ജീവിച്ചത്, നടന്നതും സംസാരിച്ചതും എല്ലാം. എന്നാൽ ആളുകൾ അവളുടെ യഥാർത്ഥ രൂപം അറിഞ്ഞപ്പോൾ അവളോടുള്ള സ്നേഹം കൂടുകയും ബഹുമാനം അതിരില്ലാതാവുകയും ചെയ്തു.
അവളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. എന്നാൽ ഈയൊരു മാറ്റം കൊണ്ടുവന്ന തിരിച്ചറിയൽ അവൾക്ക് ശക്തിയും അംഗീകാരവും നൽകി. മകളോടുള്ള ഉത്തരവാദിത്വം പൂർത്തിയായതോടെ അവൾക്ക് വീണ്ടും ഒരു സ്ത്രീയായി ജീവിക്കണമെന്ന് അവൾക്ക് തന്നെ തോന്നി. ഇപ്പോ 57 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും പറയുന്നത് ഇല്ല, ഞാൻ ഈ ഐഡന്റിറ്റിയോടുകൂടി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതാണ് എനിക്കെല്ലാം നൽകിയത്. ഞാൻ ഒരു വിധവ പെൻഷൻ ഒരിക്കലും സ്വീകരിക്കില്ല. ഞാൻ ആരാണോ അതാണ് ഞാൻ. മുൻപും ഞാനത് സ്വീകരിച്ചിട്ടില്ല, ഇനിയും സ്വീകരിക്കില്ല. വർഷങ്ങളായി തയ്യാറാക്കിയ മിക്ക എല്ലാ രേഖകളും അവളുടെ പുരുഷ തിരിച്ചറിയലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 57-ാം വയസ്സിൽ ആദ്യമായി സർക്കാരിനോട് ഒരു ഔദ്യോഗികമായ അപേക്ഷ സമർപ്പിച്ചു. ദക്ഷിണേന്ത്യയിലെ ഒരു പത്രം അവളുടെ കഥ പ്രസിദ്ധീകരിച്ചു. അവളുമായി നടത്തിയ അഭിമുഖം വളരെ പ്രസിദ്ധമായി മാറി. ഗവൺമെന്റിന് അവർ കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ പ്രായമായിരിക്കുന്നു, മുമ്പത്തെ പോലെ ശക്തിയില്ല. എന്റെ മകൾ ഭർത്താവിന്റെ വീട്ടിലെത്തി. അവൾക്ക് ഭാരമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മകൾക്കായി ഒരമ്മ തന്റെ മുഴുവൻ തിരിച്ചറിയലും മാറ്റി ഒരു പുരുഷനായി ജീവിച്ചു. എനിക്ക് എൻ്റെ മകൾ ഈ ലോകത്ത് സന്തോഷമായി ജീവിച്ചാൽ മാത്രം മതി. അവൾക്ക് ഭാരമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഭാരമേറിയ ജോലികൾ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് സഹായം നൽകാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാകും. ഇങ്ങനെ അവളുടെ ഈ ഒരു അപേക്ഷയ്ക്ക് പ്രാദേശിക കളക്ടർ അനുകൂലമായി തന്നെ പ്രതികരിച്ചു. തമിഴ്നാട്ടിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു സർക്കാർ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായും നൽകുമെന്ന് കളക്ടർ വാഗ്ദാനം നൽകി. ഇന്നവർ ഇപ്പോഴും തന്റെ ഗ്രാമത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവരുടെ ഒരു കഥ കേട്ടതിനു ശേഷം ആ ഗ്രാമം തന്നെ പ്രശസ്തമായി. ദൂരെ നിന്നും ആളുകൾ അവരെ തേടി എത്തി. അവരെ കാണാനും ബഹുമാനം അർപ്പിക്കാനും എത്തി. 36 വർഷത്തോളം മകൾക്ക് വേണ്ടി മാത്രം സ്വന്തം ജീവിതവും ഐഡന്റിറ്റിയും പൂർണ്ണമായി മാറ്റിയ ഒരു സ്ത്രീ. ഇത്തരത്തിലുള്ള കഥകൾ ഈ ലോകത്തിൽ നിലവിലുണ്ട്. എന്നാൽ ഈ കഥ ഒരാഴത്തിലുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരമ്മ ഒരു പുരുഷനായി ജീവിക്കേണ്ടി വന്നത്? ഇതൊരു വ്യക്തിയുടെ ചോദ്യമല്ല, ഇത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു ചോദ്യമാണ്. ഒറ്റയ്ക്കുള്ള വിധവയായ പിന്തുണയില്ലാത്ത ഒരു സ്ത്രീയെ നമ്മുടെ സമൂഹം എങ്ങനെ കാണുന്നു? ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ കാഴ്ചപ്പാട് നിലനിൽക്കുന്നിടത്തോളം സ്വന്തം മാനവും സുരക്ഷയും രക്ഷിക്കാനായി സ്ത്രീകൾ അവരുടെ ഐഡന്റിറ്റി മാറ്റേണ്ടി വരും. ഇക്കാര്യം അവർക്ക് ചെയ്യേണ്ടി വന്നത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ജോലി ചെയ്യുമ്പോൾ ആളുകൾ അവളെ നോക്കുന്ന വിധം അവൾക്ക് സുരക്ഷിതമല്ല എന്ന് മനസ്സിലായി. എന്തും സംഭവിക്കാൻ കഴിയുന്ന ഒരു കാലമായിരുന്നു അവളുടെ ആ പ്രായം. എന്നാൽ അവൾ ഒരു പുരുഷനായി മാറിയപ്പോൾ എല്ലാം ശരിയായതുപോലെ തോന്നി. നമ്മുടെ സമൂഹം തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു സ്ത്രീക്ക് ജീവിക്കാൻ, സ്വയം രക്ഷിക്കാൻ, സുരക്ഷിതമായി നിലനിൽക്കാനും മുത്തുവായി മാറേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങൾ. ഒരമ്മയ്ക്ക് പുരുഷനായി മാറിയാലേ ബഹുമാനവും സുരക്ഷയും ലഭിക്കൂ എന്നൊരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പച്ചിയമ്മാൾ ഒരു പുരുഷനായി ജീവിച്ചത് ധൈര്യത്തിനാലാണ്. പക്ഷെ അവൾ അങ്ങനെ ചെയ്യേണ്ടി വന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരാജയമല്ലേ? സ്ത്രീകൾക്ക് അവരുടെ ഐഡന്റിറ്റി മാറ്റാതെ തന്നെ സുരക്ഷയും ബഹുമാനവും ലഭിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇതുവരെയും വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമന്റ്സുമായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.